സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് പോസിറ്റീവ് കേസുകളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുമായി ആരോഗ്യവകുപ്പ്. കോവിഡ് കേസുകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരും വീണ സനു. 3 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം. കേരളത്തിൽ നിലവിൽ 1435 ആക്റ്റീവ് കോവിഡ് കേസുകളാണുള്ളത്. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ ആകെ കണക്ക് പരിശോധിച്ചാൽ 4000-ഓളം ആക്റ്റീവ് കേസുകളാണുള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആശുപത്രിയിലെത്തുന്ന രോഗലക്ഷണമുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്താൻ സർക്കാർ നിർദ്ദേശമുണ്ട്. ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ RT-PCR ടെസ്റ്റ് ചെയ്യണം. രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരും ആരോഗ്യ ജീവനക്കാരും കോവിഡ് ടെസ്റ്റ് നടത്തണം. COVID-19 രോഗികൾക്കായി പ്രത്യേക വാർഡ് സ്ഥാപിക്കാനും മാർഗനിർദ്ദേശമുണ്ട്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളോട് മോക്ഡ്രിൽ നടത്താനും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. എന്നത്തെയും പോലെ തന്നെ കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം മാസ്ക് ധരിക്കുന്നതാണ്. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും വൈറസ് ബാധ ഒഴിവാക്കാൻ സഹായിക്കും. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കാൻ മറക്കരുത്. കോവിഡ് ബാധിച്ചാൽ അത് ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരുമൊക്കെ. ആശുപത്രികളിൽ എല്ലാ ആരോഗ്യ ജീവനക്കാരും കൂട്ടിരിപ്പുകാരും രോഗികളും ഒക്കെ തന്നെ മാസ്ക് ധരിക്കാൻ മറക്കരുത്. മറ്റൊന്ന്, ആശുപത്രികളിലെ സന്ദർശകരെ നിയന്ത്രിക്കണം. ആശുപത്രികളിൽ ഓക്സിജന്റെ അടക്കം ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ. ഇവയൊക്കെ കൃത്യമായി പാലിക്കുക. ആരോഗ്യത്തോടെ മുന്നോട്ട് പോവുക. എപ്പോഴും പറയുന്നത് പോലെ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.